വർഗീയതമായ കുടില പ്രചാരണങ്ങളെ തകർത്തെറിയാൻ മുന്നിൽ നിന്നും നയിച്ച മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള സാഹിബ് ഈ പ്രൗഢമായ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ അബ്ബാസ് ടി കെ, വേദിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDF-ൻ്റെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങളിവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവീണും ഞാനും മാത്രമല്ല, RMPI എന്ന് പറയുന്ന വേണു കൂടി അതിൻ്റെ ലീഡർ ഈ വിജയത്തിന് പിന്നിൽ ഒരെണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഷാഫിയുടെ ഒരു മാസ്മരികതയുണ്ട്. അതൊരു വലിയ ഘടകമായിരുന്നു. ആ ഒരു വിശ്വാസം തീർച്ചയായും അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സാധ്യമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് അദ്ദേഹം ശേഷി പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. എല്ലാം ഞാനിപ്പോഴും ഒരു പ്രവാസി തന്നെയാണ്. പ്രവാസികളുടെ വിചാര വികാരങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ യൂണിവേഴ്സിറ്റിയും എൻ്റെ കോളേജും ഒക്കെ എൻ്റെ സർവകലാശാലയൊക്കെ ഈ ഗൾഫാണ്, പ്രവാസ ലോകമാണ്. അപ്പം നിങ്ങളുടെ വിചാര വികാരങ്ങളൊക്കെ അറിയുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായും ഈ ഒരു പരിപാടി ഒരുപാട് വൈകിയിട്ടുണ്ട്. നാളെ ജോലിക്ക് പോകേണ്ടവരാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ നിങ്ങൾ ശപിക്കുന്നുണ്ടാവും. ഷാഫിയുടെ പ്രസംഗം കേൾക്കാൻ വന്നവരാണ്. പ്രിയപ്പെട്ട NS ഇവിടെയുണ്ട്, അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഞാൻ സംസാരിക്കുന്നില്ല. ഒരു കാര്യം, നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയിച്ചു, ഷാഫി ജയിച്ചു എന്നുള്ളത് CPM 18 അടവും പയറ്റി എന്നുള്ളതല്ല. CPM പോലൊരു പാർട്ടി ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ തെരഞ്ഞെടുപ്പ് ചെയ്തത്. BJP, സത്യം പറയട്ടെ, BJP ഏറ്റവും കൂടുതൽ വർഗീയത BJP ആണ് ഇന്ത്യ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത്, നിലപാട് സ്വീകരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. പക്ഷെ കേരളക്കരയിൽ അതിനെ വെല്ലുന്ന രൂപത്തിൽ വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഷാഫിക്കെതിരെ എന്നുള്ളതാണ് വസ്തുത. അത് പിടിക്കപ്പെടാൻ, അത് കൃത്യമായി ആരാണ് വർഗീയതയുടെ ആളുകൾ, വടകര എന്നും സംഘർഷഭരിതമായ അന്തരീക്ഷമുണ്ടാക്കുന്നത് CPM ആണ് എന്ന് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായത്. കോടതിയാണ് പറഞ്ഞത്, നമ്മളാരുമല്ല പറഞ്ഞത്. കോടതി ഇടപെട്ടു. കോടതി പറഞ്ഞു എന്ത്, മുഹമ്മദ് കാസിമിൻ്റെ കേസ് പോലും ഒരു FIR ഇടാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം വടകരയിലുണ്ടായത്. അപ്പോൾ അതൊക്കെ നമുക്ക് മറികടക്കാൻ സാധിച്ചു. നമ്മളിപ്പോൾ ഒരെണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസ് ഏത് ലീഗ് ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ പ്രവീൺ ഇവിടെ ഇരിക്കുകയാണ്. വളരെ നന്നായി, വളരെ നല്ല നിലയിൽ ആ പ്രവർത്തനം നമ്മൾ വടകരയിൽ നടത്തിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുരളി 85,000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളിയും വലിയ വിജയം നേടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും എന്താ നമ്മുടെ അവസ്ഥ? അപ്പോൾ ഈ 1,15,000 വടകരയിലെ വലിയ ഭൂരിപക്ഷമാണ്, സംശയമൊന്നും അതിനില്ല. പക്ഷെ ആ ഭൂരിപക്ഷം കൊണ്ട് വരാനിരിക്കുന്ന ലോക്കൽ ബോഡിയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ജയിച്ച് കയറാൻ സാധിക്കണമെങ്കിൽ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോയത് അതുപോലെ നിങ്ങളുടെയൊക്കെ കണ്ണും കാതും പ്രാദേശികമായി അതത് പഞ്ചായത്തുകളിൽ ഉണ്ടാവണം. എങ്കിൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. വോട്ട് വരേണ്ടത് ബൂത്തിൽ നിന്നാണ്. അത് നമ്മൾ ആരവം കൊണ്ടോ ഇവിടെ നിന്ന് ആവേശം കൊണ്ടോ മാത്രം വരില്ല. നിങ്ങളുടെ ആവേശമൊക്കെ ബൂത്ത് തലങ്ങളിൽ പ്രതിഫലിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ചുക്കാൻ പിടിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചുക്കാൻ പിടിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ട് പഞ്ചായത്തുകൾ, 74 പഞ്ചായത്തും 10-12 മുനിസിപ്പാലിറ്റി, എത്രയാണ് മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റികളൊക്കെ പ്രവീണിനെ ഇവിടെ ഇരുത്തി ഞാൻ ഉറപ്പ് പറയാം. ഷാഫി ഇവിടെ ഉണ്ട്, NS ഉണ്ട്. നമുക്ക് ജയിച്ചടക്കാൻ സാധിക്കും, ഒരു സംശയവുമില്ല. നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് വടകരയിലെ ജനങ്ങൾ, കോഴിക്കോട്ടെ ജനങ്ങൾ. നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ഇവിടെ മാറിപ്പോൾ നമ്മുടെ കഴിവുകേടാണ് ലോക്കൽ ബോഡിയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്, നിയമസഭയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പിന് മാസങ്ങളെ ബാക്കിയുള്ളൂ. വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെടലുണ്ടാവണം. അത്തരം വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ചെറുതായൊന്ന് മനസ്സ് വെച്ചാൽ
പൂർണ്ണമായും നമുക്ക് 13-ൽ 13 കോഴിക്കോട്ട് നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധ്യമാകുന്ന സാഹചര്യമുണ്ടാകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രാഷ്ട്രീയമൊക്കെ ഇവിടെ പ്രിയപ്പെട്ട MP പറയും. അതുപോലെ തന്നെ പ്രവീൺ കുമാറും NS ഒക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ സംസാരിക്കും. ഇതിന് അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോട്, വിശേഷിച്ച് KP ഇവിടെ ഇല്ല, KP ഉൾപ്പെടെ KMCCയുടെയും ഇൻകാസിൻ്റെയും നേതാക്കന്മാർ. ഞാൻ പ്രവാസ ലോകത്ത് KMCC എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ നിങ്ങളുടെ ആരുടെയും മുന്നിൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പിന്നെ വയനാട് ഫണ്ടായിരുന്നാലും അതുപോലെ തന്നെ ഏത് വിഷയമായിരുന്നാലും ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സന്നദ്ധ സംഘമുണ്ടെങ്കിൽ അത് KMCC ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം, അത് പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്, ആ പ്രചരണം കൊണ്ടല്ല. ഇൻകാസും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനം ഞാൻ ഒരിക്കൽ കൂടി പറയാം, കോഴിക്കോട് നമുക്ക്, നമ്മുടെ ജില്ലയാണ് കോഴിക്കോട്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആ കോഴിക്കോട് പിടിച്ചെടുക്കാൻ ഏത് ശക്തി വന്നാലും, ഏത് കൊടുങ്കാറ്റടിച്ചാലും CPM-നെതിരെ അതിശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തി വിജയിച്ചെടുക്കാൻ നിഷ്പ്രയാസം നമുക്ക് സാധിക്കും. അത് ഷാഫി തെളിയിച്ചു തന്നിട്ടുണ്ട്. ആ പൊന്നാപുരം കോട്ട മഞ്ഞുരുകുന്നത് പോലെ ഉരുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത ഈ വരാനിരിക്കുന്ന ലോക്കൽ ബോഡിയിൽ നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ നൽകുന്ന സ്നേഹാദരം, അതിനെല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു പാറക്കൽ അബ്ദുള്ള സാഹിബ്. പ്രവാസ ലോകത്തിന്റെ സ്നേഹാദരം. അടുത്തതായി വേദി DCC പ്രസിഡന്റും കോൺഗ്രസിന്റെ മലബാറിന്റെ കരുത്തനായ നേതാവുമായ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. പ്രിയ നേതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു, പാറക്കൽ പ്രസംഗിച്ചു, NS പ്രസംഗിക്കാനുണ്ട്, ഇടയ്ക്ക് ഞാനും പ്രസംഗിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഷാഫിയുടെ വാക്കുകൾക്കാണ് നിങ്ങൾ കാതോർക്കുന്നത് എനിക്കറിയാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഉച്ച സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളിവിടെ എത്തി. വൈകിട്ട് നിങ്ങൾ ഷാഫിക്കൊരു സ്വീകരണം ഒരുക്കി. ഇതേ ഹാളിൽ, തിങ്ങി നിറഞ്ഞ ഹാളിനെ സാക്ഷി നിർത്തി വിനീതനായ ഞാനൊന്നൊരു കാര്യം പറഞ്ഞിരുന്നു: 1,00,000 വോട്ടിന് ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന്. അനുബന്ധമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു: അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്വീകരണം ഒരുക്കണം, ആ സ്വീകരണത്തിൽ എന്നെയും ക്ഷണിക്കണമെന്ന് വാക്കുപാലിച്ച നിങ്ങളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. പാറക്കലും ഞാനുമൊക്കെ NSുമൊക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃപരമായ പങ്കുവച്ചവരാണ്. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് എൻ്റെ ജീവിതത്തിൽ മുമ്പുണ്ടായിട്ടില്ല. ഒരു സ്ഥാനാർത്ഥിയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിയ, ഇങ്ങനെ പ്രതിസന്ധിയിലാക്കിയ, ഒരു മുന്നണിയെ ബുദ്ധിമുട്ടിച്ച പ്രവർത്തനം, പുരോഗമന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ഒരു മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും തരംതാണ രീതിയിൽ കണ്ടൊരു തിരഞ്ഞെടുപ്പായിരുന്നു വടകരയിലെ തിരഞ്ഞെടുപ്പ്. തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന് മുമ്പിൽ ഷാഫി പറമ്പിൽ നിന്നപ്പോൾ അദ്ദേഹത്തെ CPM-കാരൻ സംഘിയാക്കി. കുറേ സഹോദരിമാർ നോമിനേഷൻ ദിവസം പിന്തുണയുമായി വടകരയിൽ പ്രകടനം നടത്തിയപ്പോൾ അവരെ വെണ്ണപ്പാണി പെണ്ണുങ്ങളാക്കി. അവസാനം കാഫിർ സ്ക്രീൻഷോട്ടും. അതിനൊക്കെ ഉപരി പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, റെഡ് ആർമി, മണ്ണാങ്കട്ട എന്തൊക്കെ ഒരു ഗ്രൂപ്പുണ്ട് വിറ്റേക്ക്. ഈ ഗ്രൂപ്പിലൊക്കെ കൂടി ഇനി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു. എല്ലാം ചെയ്തിട്ടും 1,14,506 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൻ്റെ വിജയമെത്തിയെങ്കിൽ അതിൽ വലിയൊരു പങ്കുവഹിച്ചത് ഈ പ്രവാസ ലോകത്തെ നിങ്ങളാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ മുൻപിൽ നിന്ന് ചെയ്തൊരു വ്യക്തി എന്ന നിലക്ക് നിങ്ങളോട് നിങ്ങൾ ചെയ്ത സേവനങ്ങൾ, നിങ്ങൾ വന്ന് ബുദ്ധിമുട്ടി വോട്ട് ചെയ്തു, വോട്ട് ചെയ്യാൻ എത്താൻ സാധിക്കാത്തവർ പ്രചരണം നടത്തി, ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും പ്രവാസ ലോകത്തുനിന്നും നാട്ടിലെത്തിയും നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന് നിങ്ങളോട് നന്ദി പറയാൻ വാക്കുകൾക്ക് വേണ്ടി ഏതുദ്ധരണിയെ കൂട്ടുപിടിക്കണം എന്ന് തപ്പുകടൻ്റെ മനസ്സ്. എങ്കിലും ഹൃദയത്തിൽ തൊട്ട് ഞാൻ UDF RMPക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഓരോരുത്തരോടും കൂടി. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അന്നെല്ലാവരും പറഞ്ഞു സ്ഥാനാർത്ഥിയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണെന്ന്. ഷാഫി പറമ്പിൽ MP ആയി പോകുന്നത് വെറും ഒരു MP ആയിട്ടല്ല, അറിയപ്പെടുന്ന ഈ രാജ്യം ഉറ്റുനോക്കിയ പല നേതാക്കളുടെയും അതേ തുല്യതയിലേക്കാണ് ഷാഫി പറമ്പിൽ നടന്നു പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അന്ന് കൈയടിച്ചിരുന്നു, ചിലരൊക്കെ തന്നെ നെറ്റിചൊടിച്ചിരുന്നു. പക്ഷേ ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നിലക്ക് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, 100 ദിവസത്തിനുള്ളിൽ
ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല പ്രതിപക്ഷ MP എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് രേഖാമൂലം ലഭിച്ച ഒരു MP ഉള്ളൂ ഇന്ത്യയിൽ, അത് ശ്രീ ഷാഫി പറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എന്ത് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പ്രവാസ ലോകത്തിന് വേണ്ടിക്കൊണ്ട് ഒരുപാട് MP മാർ സംസാരിച്ചു. ഞാൻ അവരെയൊന്നും താഴ്ത്തി പറയുന്നില്ല. പക്ഷേ ഷാഫിയുടെ അവതരണ രീതി അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തു. മാത്രവുമല്ല, അതോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പ്രവാസ ലോകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു പ്രത്യേക പ്രേരണ ഉണ്ടായി. പ്രവാസികളുടെ MP ആണ് ഷാഫി എന്ന് പറഞ്ഞു. പ്രവാസികൾക്ക് തോന്നും പ്രവാസികളുടെ MP ആണെന്ന്. മലയോര മക്കൾ പറയുന്നു, വെലങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മക്കൾ പറയുന്നു ഞങ്ങളുടെ MP ആണെന്ന്. കടലോര മക്കൾ പറയുന്നു ഞങ്ങളുടെ MP ആണെന്ന്. എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ നോക്കി, ഒരുപോലെ പരിചരിച്ച്, ഒരുപോലെ പരിഗണിക്കുന്ന ഒരു മാതൃകാ ജനപ്രതിനിധിയാണ് അഭിമാനത്തോടു കൂടി നിങ്ങളും ഞാനും ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തൊരു മാസ്മരികതയാണ് ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിലുള്ളത് എന്ന്. എന്തൊരു ആകർഷണമാണ്. ഞാനും പാറക്കിലൊക്കെ ഇപ്പോൾ NS ഒക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഉറങ്ങണമെങ്കിൽ ഷാഫി പറമ്പിലെ ഫോട്ടോ കാണിക്കണം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇതാ മോനെ നോക്ക് ഷാഫി കഴിച്ചാൽ കുട്ടികൾ ഭക്ഷണം കഴിക്കും. ഇന്നലെ ഞങ്ങൾ വളയത്ത ഹമീദ് ഖാൻ്റെ വീട്ടിൽ പോയി. അത് അബുദാബിയിൽ NSA 3 വയസ്സായ ഒരു കുട്ടിയുള്ളത്. അപ്പം ഇന്ന് രാവിലെ ഹമീദ് ഖാൻ വന്ന് പറയുകയാണ് ഞങ്ങളോട്, ഇന്നലെ രാത്രി എൻ്റെ കൊച്ചു കൊണ്ടിരിച്ച ആരാ വന്നേ, അത് ഷാഫിക്ക. ഞാൻ ആലോചിക്കുക ഇതെന്തൊരു ഭാഗ്യമാണ്. ഈ ഭാഗ്യം UDFൻ്റെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഷാഫി ഞാനും തമ്മിൽ പ്രായത്തിൽ ചെറിയ വ്യത്യാസമല്ലോ കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച്. പക്ഷേ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഒരു ജ്യേഷ്ഠൻ്റെ പ്രായമൊക്കെ എനിക്കുണ്ട്. പക്ഷേ അഭിമാനത്തോട് പറയുന്നു, ഈ അനുജൻ കേരളത്തിൻ്റെ നാടിൻ്റെ അഭിമാനമായി മാറുന്ന കാലഘട്ടം അതിവിദൂരമല്ല. കേരളത്തിൻ്റെ നായകൻ ഒരുപക്ഷെ രാജ്യത്തിൽ മതേതര മുന്നേറ്റത്തിന് രാഹുൽ ഗാന്ധിയോടൊപ്പം പോരാട്ടത്തിൽ ശ്രദ്ധേയനായി മാറുന്ന MP ആയി ശ്രീ ഷാഫി പറമ്പിൽ മാറും. അപ്പോൾ നമ്മൾ വടകരക്കാർക്ക് അഭിമാനിക്കാം, നമ്മളെ പ്രതികരിക്കുന്ന MP എന്ന്. ഞാൻ അവസാനിപ്പിക്കുന്നു സ്നേഹിതരെ. ഈ MP ആയി ജയിക്കുക, ജനപ്രതിനിധിയായി ജയിക്കുക ശ്രമകരമായ ദൗത്യമാണ്. അതിലും വലിയ ദൗത്യമാണ് അതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ. പക്ഷേ കഴിഞ്ഞ 100 ദിവസങ്ങളായി കഴിഞ്ഞ പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കുന്നു അതിലും ഷാഫി ജയിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1,14,506 1,14,506 വൃക്ഷത്തൈകൾ നട്ട് അതിനെ മരമായി പരിപാലിപ്പിക്കുമെന്നാണ് വടകരക്കാർക്ക് നൽകിയ ആദ്യത്തെ വാഗ്ദാനം. അതിനാരും കൈയടിക്കുന്നില്ല. കാരണം മരം മുറിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വെലങ്ങാടും വയനാടും ഒന്ന് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും നിങ്ങളൊന്ന് ആലോചിക്കുക. പ്രിയപ്പെട്ട ഷാഫിക്ക് നൽകിയ ഈ സ്നേഹാദരവിന് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി UDFൻ്റെയും RMPയും കോർഡിനേഷൻ കമ്മിറ്റിയായിട്ട് ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഇന്ന് നമ്മൾക്ക് വടകരയുടെ MP എന്ന നിലക്കാണ് ഷാഫിയെ ആദരിക്കാൻ അവസരം ലഭിച്ചതെങ്കിൽ ഒട്ടും വൈകാതെ ഉന്നതമായ പദവികൾ ഇതിലും നേടി വരുന്ന ഷാഫി പറമ്പിലിനെ സ്വീകരിക്കുവാൻ ഈ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാൾ വേദിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു ഒരൊറ്റ കാര്യം കൂടി. വരാൻ പോകുന്ന 2025-26 വലിയൊരു പോരാട്ടമാണ്. അവിടെ നമുക്ക് പരാജയത്തിൻ്റെ രുചി അറിയരുത്, ഒരു സംശയവും വേണ്ട. കോഴിക്കോട്ടെയും കേരളത്തിലെയും UDF ഒറ്റക്കെട്ടാണ്. കോൺഗ്രസും മുസ്ലിം ലീഗ് നയിക്കുന്ന UDF, ഘടകകക്ഷികളുടെ UDF, അവരെ സഹായിക്കുന്ന RMP ഒറ്റ മനസ്സോടി പ്രവർത്തിക്കും. ഒറ്റ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് പ്രവാസ ലോകത്തു നിന്നും കഴിഞ്ഞ കാലത്തെ പോലെ പിന്തുണ നിങ്ങൾ നൽകിയാൽ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിൽ നമ്മളെ മുന്നണിയെ തോൽപ്പിക്കാൻ മറ്റൊരു മുന്നണിക്കും സാധിക്കില്ല. ആ പ്രവർത്തനത്തിനായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഷാഫിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ സാഹിബ്. അടുത്തതായി